ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളെ നമ്മളെ ഡയറ്റ് വെയിറ്റ് ലോസ് ജേണിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അണിഞ്ഞുകെട്ടൊക്കെ വന്നിരുന്നതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇപ്പം മാരേജ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ ഉള്ള ഡെയിലി നമ്മളെങ്ങനെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ഫുഡാണ് എങ്ങനെയൊക്കെയാണ് കഴിക്കൽ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ മാക്സിമം സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണാം. ഓക്കെ, ഇന്ന് മാരേജുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ഓട്സിൻ്റെ സ്മൂത്തി കഴിക്കാമെന്ന് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ റാഗിയുടെ സ്മൂത്തി ആയിരുന്നു എടുത്തത്. അപ്പോൾ ഇന്ന് ഓട്സിൻ്റെ സ്മൂത്തി ആക്കാമെന്ന് കരുതി. അപ്പോൾ ഓട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്റും അതേപോലെ പ്രോട്ടീനും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്. വെയിറ്റ് ലോസിന് മസ്റ്റ് ട്രൈ ആണ്. അതേപോലെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ല സംഭവങ്ങളാണ്. ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ് ഓട്സ്. പക്ഷെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഒരു കൊഴുപ്പ് പോലത്തെ ഒരു സംഭവമാണ് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ സ്മൂത്തി റെഡിയാക്കുന്ന സമയത്ത് ഞാൻ കുക്ക് ചെയ്യാണ്ടാട്ടോ സ്മൂത്തി റെഡിയാക്കുക. അതായത് നമ്മൾ ഈ ഒരു കപ്പിലേക്ക് ഇത് നമ്മൾ തലേ ദിവസത്തെ റാഗി കുറുക്ക് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഉണ്ട് കേട്ടോ. അതിലേക്കാണ് ഞാൻ ഈ 60 ml കപ്പിൽ ഒരു കപ്പും പിന്നെ ഒരു ഇത്തിരിയും കൂടെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിട്ടിട്ട് പിന്നെ അത് ജസ്റ്റ് നമ്മൾ നോർമൽ വാട്ടറിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു ചെറുപഴം ഉണ്ടല്ലോ, അതൊരു 3 എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് വലിയ മധുരമൊന്നും ഇല്ലാത്ത ഒരു ചെറുപഴമായിരുന്നു. നമ്മൾ ചെറുപഴം എടുക്കുമ്പം അധികം പഴുത്ത പഴമൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ, കാരണം അതൊക്കെ കുറച്ച് മധുരം കൂടുതലായിരിക്കും. അതേപോലെ നമ്മൾ റോബസ്റ്റോ എടുക്കുമ്പോഴും പഴുത്ത പഴം എടുക്കുമ്പം അതിൽ ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കൂടും കേട്ടോ. അപ്പോൾ അതിനേക്കാളും നമ്മളിതാ ഈ ഒരു ആവറേജ് പഴുപ്പ് എത്തൂലേ, ആ ഒരു സമയത്ത് ഈ പഴമൊക്കെ യൂസ് ആക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മളെ ശരിക്കത്തെ ഒരു ബനാന ഉണ്ടല്ലോ, അതിന് സാധാ നമ്മൾ ബനാന, അത് നമ്മൾ എടുക്കരുത് കേട്ടോ. അത് നമുക്ക് വെയിറ്റ് ലോസിന് നല്ലതല്ല. നമുക്ക് ഈ പഴമൊക്കെ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൂളായി വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ വീട്ടിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ക്ലീനിങ് പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു സ്പൂണാണ് കേട്ടോ ചിയാ സീഡ് ആഡ് ആക്കുക. അപ്പോൾ അത് നല്ല ചിയാ സീഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിശപ്പിനെ നല്ല പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കുടിക്കണോണ്ട് നമുക്ക് ഒരുപാട് സമയം വിശപ്പില്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. ഞാൻ ഡെയിലി കുടിക്കാറുള്ളത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത് ചിയാ സീഡും അതേപോലെ അതിൻ്റെ കൂടെ ആപ്പിൾ സൈഡർ വിനാഗറും കൂടെ ആഡ് ചെയ്തിട്ടാണ് കുടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസം ഞാൻ എണീറ്റ് വന്നപാട് ഒരു ചെറിയൊരു ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ആപ്പിൾ സൈഡർ വിനാഗർ ആഡ് ചെയ്തിട്ട് അത് കുടിക്കും. പിന്നെ ചിയാ സീഡ് ഇതുപോലെ വെള്ളത്തിൽ ആഡ് ആക്കിയിട്ടും കുടിക്കും കേട്ടോ. അതിനിടയിൽ നമ്മൾ ബേബീസൊക്കെ എഴുന്നേറ്റ് വന്നു, അവരെ ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആക്കിയതിന് ശേഷം അവർക്ക് ആദ്യം തന്നെ ഞാൻ നോർമൽ വാട്ടർ ആട്ടോ യൂസ് ആക്കുക. അത് കൊടുത്തു. പിന്നെ അവരെ ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്കും അതേപോലെ മമ്പയറും ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു 11:30 ആയപ്പോൾ തന്നെ നമ്മൾ സ്മൂത്തി ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ട് കുടിച്ചിട്ടോ. കുഴപ്പമൊന്നുമില്ല, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ തോന്നിട്ടോ. ഏതായാലും ഇപ്പോൾ ഈ ഒരു ഫുഡിനോട് നമ്മളണ്ട് മിങ്കിളായിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ ബേബീസിൻ്റെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. മമ്പയർ റൈസും അതിൻ്റെ കൂടെ ഞാൻ കറിയത്തെ ഫിഷും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ റൈസിൽ ഞാൻ അവർക്ക് വെളിച്ചെണ്ണ അതേപോലെ ഇത്തിരി സോൾട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാണ് ഇന്ന് അവരുടെ ഫുഡ്. അപ്പോൾ ഇന്ന് ഞാൻ മാരേജിന് പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതായാലും മാരേജിനൊക്കെ പോയി അവിടെ നിന്ന് കഴിച്ച ഫുഡ് ഇതാണ്. ഒരിത്തിരി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ്റെ പീസ് സലാഡൊക്കെ ഇട്ട് കഴിച്ചത്. പിന്നെ അവിടുന്ന് വന്നതിന് ശേഷം നമ്മളെ ബേബീസിൻ്റെ കുറുക്ക് കൊടുത്തു. അവർക്ക് ഞാൻ ഓട്സിൻ്റെ കുറുക്കും പിന്നെ അതിൽ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു റോബസ്റ്റ് എടുത്തു. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ടാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.